പ്രണയം ദ ലവ് ആഫ്റ്റർ മാരേജ് ഭാഗം 34. എന്തെങ്കിലും കാണിക്ക്, അവർ ദേഷ്യം വിടാതെ പറഞ്ഞു. ജിതിൻ കണ്ണൻ്റെ ടൂ വീലറായിട്ട് നേരെ ഫ്ലാറ്റിലേക്ക് തിരിച്ചു. അവനെ യാത്രയാക്കി അകത്തേക്ക് കയറിയപ്പോൾ അമ്മ സോഫയിൽ മുഖം വീർപ്പിച്ചിരിക്കുന്നുണ്ട്. ശ്രീ പിന്നെ നേരത്തെ തന്നെ അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് അവൻ ആ ഭാഗത്തേക്ക് നോക്കാൻ പോയില്ല. അവൻ അമ്മയുടെ അടുത്തേക്കിരുന്നു. അമ്മ, മറ്റന്നാൾ അമ്മയുടെ പിറന്നാളല്ലേ? അന്ന് പറയാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു ഞാൻ. സോറി. കണ്ണൻ അവരുടെ കൈ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴാണ് അങ്ങനെയൊരു കാര്യം അവർ ഓർക്കുന്നത് പോലും. ആർക്കും അറിയില്ലായിരുന്നു. എനിക്ക് വിഷമമൊന്നുമില്ല കണ്ണ. നിന്റെ നേട്ടങ്ങളൊക്കെ എൻ്റെ സ്വപ്നങ്ങളാണ്. അതൊക്കെ നേടി നീ ഇത്രയും ഉയരത്തിലെത്തിയതിൽ എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. അവർ കണ്ണൻ്റെ തലയിലൂടെ തലോടി. ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം. ദേവു, ഇങ്ങോട്ട് വന്നേ. അവൻ അമ്മയുടെ അരികിലേക്ക് ചൂണ്ടിക്കൊണ്ട് അവളെയും വിളിച്ചു. ഞാൻ ആ ഫ്ലാറ്റ് വാങ്ങിയിരിക്കുന്നത് അമ്മയുടെയും ദേവൂട്ടിയുടെയും പേരിലാണ്. കണ്ണൻ ചിരിയോടെ പറഞ്ഞു. അമ്മയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞുപോയി. എനിക്കോ? എനിക്കെന്തിനാണ് ഫ്ലാറ്റ്? നാവിന് ലൈസൻസ് ഇല്ലാത്തത് കൊണ്ട് ദേവു വേഗം ചോദിച്ചു. കണ്ണൻ അവളെ ഒന്ന് രൂക്ഷമായി നോക്കി. അതിനവൾ സൈലൻ്റായി. കണ്ണനോട് പിണക്കത്തിലാണെങ്കിലും അവൻ ഇപ്പോൾ ചെയ്ത ഈ ഒരു കാര്യത്തിൽ അവൾക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. അമ്മയെ നോക്കുമ്പോൾ അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നു. കണ്ണൻ കൈ ഉയർത്തി അത് തുടച്ചു നീക്കി. എന്തിനാ ഇനിയും സങ്കടം? അച്ഛൻ പോയത് പിന്നെ അച്ഛനില്ല എന്നുള്ളൊരു കുറവ് പോലും നീ എന്നെയോ ദേവൂട്ടിയോ അറിയിച്ചിട്ടില്ല. എൻ്റെ കുട്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അല്ലേ? അവർ കണ്ണൻ്റെ മുടിയിലൂടെ തലോടി. കണ്ണൻ അതിന് ചിരിച്ചതല്ലാതെ ഒന്നും പറഞ്ഞില്ല. അച്ഛൻ പകർന്നു തന്നതാണ് ഇതെല്ലാം. സൗഭാഗ്യങ്ങൾ മാത്രം തിരഞ്ഞു പോകുന്ന ഒരു ജീവിതമുണ്ടെങ്കിൽ അതിൽ സമാധാനം ഉണ്ടാവണമെന്നില്ല. വിട്ടുകൊടുക്കാനുള്ളതൊക്കെ വിട്ടുകൊടുക്കണം. അങ്ങനെയൊരു ചിന്താഗതിയാണ് അച്ഛനിലുണ്ടായിരുന്നത്. അതുതന്നെയാണ് എന്നെയും ദേവൂട്ടിയെയും ഒക്കെ പഠിപ്പിച്ചത്. അതിന്നും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നുണ്ട്. കണ്ണൻ ചിരിയോടെ ഓർത്തു. അല്ല, നീ എന്തിനാ എന്നോട് വെയർഹൗസിൽ പോകുവാണെന്നും മോളോട് ഓഫീസിൽ പോകുവാണെന്നും പറഞ്ഞിവിടെ നിന്ന് പോയത്? അല്പനേരം കഴിഞ്ഞപ്പോഴാണ് അമ്മ അത് ചോദിച്ചത്. അത് പിന്നെ അമ്മ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ ജിതിൻ വരുന്ന കാര്യം. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ്. എങ്കിലും അത് അത്ര വിശ്വാസം വരാത്ത രീതിയിൽ അമ്മ അവനെ നോക്കുന്നുണ്ട്. അല്ല, ജിതിൻ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? അവൻ്റെ കമ്പനി ചെന്നൈയിലാണെന്നല്ലേ പറഞ്ഞത്? ആ അമ്മ, അത് അത് പിന്നെ അത് പിന്നെ അവൻ എന്നിലും മുന്നേ തന്നെ ചെന്നൈയിൽ കമ്പനി തുടങ്ങിയതാണ്. കമ്പനിയിൽ ഞാൻ ജോയിൻ ചെയ്യുന്നതിന് മുൻപേ തന്നെ അവനുണ്ട്. അതുകൊണ്ട് അവൻ എന്നിലും അല്പം കൂടെ എക്സ്പീരിയൻസ്ഡ് ആണ്. സോ നമ്മുടെ കമ്പനിയിൽ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ കുറച്ച് ക്ലാരിറ്റി വരാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി അവനെ കൊണ്ടുവന്നതാണ്. പെട്ടെന്ന് അങ്ങനെ ചോദിച്ചപ്പോൾ എന്ത് പറയണമെന്ന് മനസ്സിലായില്ല. എങ്കിലും ഒരു കണക്കിന് എന്തൊക്കെയോ കൂട്ടിപ്പെറുക്കി കണ്ണൻ അമ്മയോട് പറഞ്ഞൊപ്പിച്ചു. അമ്മയുടെ മുഖത്തേക്ക് അവനൊന്ന് എത്തി നോക്കി. വിശ്വസിച്ച മട്ടുണ്ട്. പക്ഷെ ശ്രീയെ നോക്കാൻ നിന്നില്ല. അവിടെ പിന്നെ പിണക്കമാണെന്ന് അറിയാമല്ലോ. കണ്ണൻ തഞ്ചത്തിലെല്ലാം ഒന്ന് പറഞ്ഞ് സെറ്റാക്കിയെടുത്തു. രാത്രി കിടക്കാൻ നേരം കണ്ണൻ പതിയെ ആദ്യം തന്നെ മുറിയിലേക്ക് വലിഞ്ഞു. ബാൽക്കണിയിൽ പോയി നേരത്തെ അവിടെ ഇടം പിടിച്ചു. എന്തൊക്കെയായാലും ശ്രീ അങ്ങോട്ട് വരാതിരിക്കില്ല എന്നൊരു പ്രതീക്ഷ അവനുണ്ടായിരുന്നു. ശ്രീ വരുന്നത് നോക്കി കണ്ണൻ ബാൽക്കണിയിൽ തന്നെ ഇരുന്നു. ഏകദേശം ഒരു അരമണിക്കൂർ കാത്തിരുന്നിട്ടും അവളെ കാണാതായതും കണ്ണൻ എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു. നോക്കുമ്പോൾ അവൾ കട്ടിലിൽ കിടക്കുന്നുണ്ട്. അത് കണ്ടതും അവൾ അല്പം കടുപ്പത്തിലുള്ള പിണക്കത്തിലാണെന്ന് കണ്ണന് മനസ്സിലായി. കണ്ണൻ ഒരു നിമിഷം എന്തൊക്കെയോ ഒന്ന് ആലോചിച്ചു. ശേഷം ദീർഘമായ ഒന്ന് ശ്വാസം വലിച്ചു വിട്ടതിനു ശേഷം അവളുടെ അടുത്തേക്ക് നടന്നു. പാർവതി, താനെന്താ ബാൽക്കണിയിലേക്ക് വരാതെ ഇവിടെ തന്നെ കിടന്നു കളഞ്ഞത്? അവൻ ചോദിച്ചത് കേൾക്കുന്നുണ്ട്. എങ്കിലും കണ്ണടച്ച് ഉറക്കം നടിച്ച് കിടന്നു അവൾ. പാർവതി, ഐ നോ യു ആർ നോട്ട് സ്ലീപ്പിംഗ്. വെറുതെ കള്ളുറക്കമൊന്നും കാണിക്കാൻ നിൽക്കണ്ട, എഴുന്നേൽക്ക്. കണ്ണൻ അല്പം ഗൗരവത്തിൽ തന്നെ അവളെ വിളിച്ചു. എന്നിട്ടും അവൾ അനങ്ങിയില്ല. പാർവതി, ഐ ആം ടോക്കിംഗ് ടു യു. കണ്ണൻ പാർവതിയുടെ ഷോൾഡറിൽ തട്ടി വിളിച്ചു. എന്താ, എന്നെ ഉറങ്ങാനും സമ്മതിക്കില്ലേ? അവൾ ദേഷ്യത്തോടെ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് അവനോട് ചോദിച്ചു. കണ്ണനാണെങ്കിൽ പെട്ടെന്നുള്ള അവളുടെ ഭാവമാറ്റത്തിൽ ഒന്ന് പകച്ചുപോയി. എങ്കിലും ഗൗരവം കൈവിടാതെ പിടിച്ചു നിന്നു. പാർവതി, ഐ എം സോറി. ഐ നോ. തന്നോട് പറയാതെ ഇതൊക്കെ ചെയ്തതിൽ ഞാൻ സോറി ചോദിക്കുന്നു. എന്നിട്ടും അവളൊന്നും മിണ്ടിയില്ല. എടോ, താൻ ഇങ്ങനെ എന്നോട് സംസാരിക്കാതിരിക്കല്ലേ. എനിക്കെന്തോ താൻ ഇങ്ങനെ ചെയ്യുമ്പോൾ വല്ലാതെ തോന്നുന്നു. താൻ എന്താണെങ്കിലും കാര്യം പറയ്, നമുക്ക് സംസാരിച്ച് തീർക്കാം. കണ്ണൻ ശബ്ദത്തിൽ അല്പം മയം വരുത്തിക്കൊണ്ട് അവളോട് ചോദിച്ചു. ശ്രീ ആണെങ്കിൽ അപ്പോഴും അവന് വലിയ മൈൻഡ് കൊടുക്കുന്നില്ല. പാർവതി, താൻ വാ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്.
കണ്ണൻ അവളെ മയത്തിൽ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ ശ്രമിച്ചു. ആദ്യം അല്പം പാടായിരുന്നുവെങ്കിലും പിന്നീട് എന്തൊക്കെയോ പറഞ്ഞ് അവൻ അവളെ സമ്മതിപ്പിച്ചെടുത്തു. ബാൽക്കണിയിൽ സോഫയിൽ കണ്ണൻ ഇരിക്കുന്നതിന് നിന്ന് മാറി നീങ്ങി അവനിൽ നിന്ന് അകന്നാണ് ശ്രീ ഇരിക്കുന്നത്. പിണക്കം അല്പം കനത്തിൽ തന്നെയാണ്. പാർവതി, ഞാനൊരു കാര്യം പറയട്ടെ? പറഞ്ഞോളൂ. എല്ലാം ഞാൻ കേൾക്കാം. കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥയാണല്ലോ. കണ്ണനെ ഒന്ന് കുത്തുന്ന രീതിയിലായിരുന്നു അവളുടെ മറുപടി. കണ്ണനാണെങ്കിൽ ആകെ പെട്ടു എന്ന അവസ്ഥയിലാണ്. എടോ, ഞാൻ മനഃപൂർവ്വം അങ്ങനെ വേണമെന്ന് വെച്ച് ചെയ്തതൊന്നുമല്ല. ജിതിൻ വരുമെന്ന് പറഞ്ഞിരുന്നു. പെട്ടെന്നായതുകൊണ്ട് അങ്ങോട്ട് പോവുകയാണെന്ന് പറയാൻ തോന്നിയില്ല. അവൻ വരുന്നത് നിങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ. അതാണ് അങ്ങനെ ഒരു നുണ പറഞ്ഞു പോയത്. അല്ലാതെ ഐ സ്വെയർ വേറെ ഒരു കാര്യത്തിനും ഇതിൽ ഒളിക്കാനില്ല പാർവതി. കണ്ണൻ ഗൗരവത്തിൽ അവളെ പറഞ്ഞു മനസ്സിലാക്കി. ശ്രീ ആണെങ്കിൽ അവനോട് തിരികെ ഒരക്ഷരം പോലും മറുത്തു പറയുകയോ അവൻ പറയുന്നതിന് എതിരായൊരു വാക്ക് പോലും ചോദിക്കുകയോ ചെയ്തില്ല. അവൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കിയിരുന്നു. ജിതിൻ ചേട്ടൻ എന്തിനാ കണ്ണേട്ടാ ഇങ്ങോട്ട് വന്നത്? അവൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കിയുള്ള അവളുടെ ദൃഢമായ ചോദ്യം. കണ്ണൻ ഒരു നിമിഷം എന്തു പറയുമെന്നറിയാതെ ഉഴറിപ്പോയി. പാർവതി, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കമ്പനിയിൽ കുറച്ച് കാര്യങ്ങൾക്ക് അല്പം കൂടി ക്ലാരിറ്റി ആവാനുണ്ട്. ജിതിനാവുമ്പോൾ എന്നിലും നന്നായിട്ട് അല്പം കൂടി എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നല്ലതുപോലെ കാര്യങ്ങളെല്ലാം അറിയാം. അതുകൊണ്ട് അവൻ്റെ ഒരു മേൽനോട്ടത്തിൽ കമ്പനി കുറച്ചുകൂടെ ഡെവലപ്പ് ആക്കാമെന്ന് കരുതി. കണ്ണൻ എന്തൊക്കെയോ പെറുക്കിക്കൂട്ടിയാണ് പറയുന്നത്. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയ അവൾക്ക് അവൻ പറയുന്നത് നുണയാണ് എന്ന് വ്യക്തമാണ്. എങ്കിലും അവൻ പറയുന്നതെല്ലാം അവൾ കേട്ടിരുന്നു. കണ്ണേട്ടൻ ഈ പറയുന്നത് കള്ളമാണെന്ന് എന്നിലും നന്നായിട്ട് ഏട്ടനറിയാം. എന്താ, സത്യമല്ലേ? ശ്രീ ഗൗരവത്തോടെ അവനോട് തിരികെ ചോദിച്ചു. പറയ്, സത്യമല്ലേ കണ്ണേട്ടാ? കണ്ണൻ മറുപടി പറഞ്ഞില്ല. അവൻ്റെ നിശബ്ദത കണ്ടതും അവൾ ഒന്ന് ചിരിച്ചു. എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നെനിക്കറിയില്ല. എനിക്കറിയുകയും വേണ്ട. നിങ്ങളായിട്ട് തന്നെ അതെല്ലാം എന്നോട് എന്തെങ്കിലും ഒരു ദിവസം പറയും എന്നൊരു പ്രതീക്ഷയുണ്ട് എനിക്ക്. ശ്രീ പതിഞ്ഞ ശബ്ദത്തിൽ അവനോട് പറഞ്ഞു. ശരിയാണ്, ഞാൻ നിന്നിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഒളിക്കുന്നുണ്ട്. അതെല്ലാം നിന്നോട് ഒരിക്കൽ ഞാൻ പറയും. പക്ഷേ കേട്ട് കഴിഞ്ഞ് നീ എന്നെ വെറുക്കരുത്. അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ. കണ്ണനും തിരികെ ഗൗരവത്തിൽ പറഞ്ഞു. അവൾ കണ്ണനെ നോക്കി. നിങ്ങളെ എനിക്ക് ഈ ലോകത്തിൽ മറ്റാരെക്കാളും വിശ്വാസമാണ്. ശ്രീ അവൻ്റെ കണ്ണിലേക്ക് നോക്കി തന്നെ പറഞ്ഞു. ഒരിക്കലും ഞാൻ ചെയ്യുന്നത് ഒരു നല്ല കാര്യമാണെന്ന് പറഞ്ഞ് ഞാൻ ന്യായീകരിക്കില്ല. പക്ഷേ എനിക്കിതാണ് ശരി. ശ്രീ അതിന് ഒന്ന് പുഞ്ചിരിച്ചു. ഞാൻ കാത്തിരിക്കും എല്ലാം എന്നോട് പറയുന്ന ദിവസത്തിനായിട്ട്. അധികം വൈകില്ല. എല്ലാം അടുത്ത് തന്നെ നിന്നോട് ഞാൻ പറയും. നിന്റെ ഉള്ളിലുള്ളതെല്ലാം അതിനുള്ളിൽ നീ എന്നോടും പറഞ്ഞിരിക്കണം. കണ്ണൻ അവളുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ശ്രീയുടെ കണ്ണുകൾ ഒന്ന് പിടച്ചു. ഇനിയും നമ്മൾ തമ്മിൽ ഒരു മറയും ഉണ്ടാവരുത്. ഇത്രനാളും നീ ഒറ്റയ്ക്ക് അനുഭവിച്ചു തീർത്തതെല്ലാം എന്നോട് പറയണം. അതിനുശേഷം ഞാനെല്ലാം തുറന്നു പറയാം. കണ്ണൻ്റെ സ്വരത്തിൽ എന്തിനോ ദേഷ്യം തിങ്ങി വരുന്നുണ്ടായിരുന്നു. അത് ശ്രീ മനസ്സിലാക്കാതെ ഇരിക്കാൻ കണ്ണൻ ശ്രമിക്കുകയും ചെയ്തു. എല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായി, മനസ്സാകെ തെളിഞ്ഞ ആകാശം പോലെ ശൂന്യമായി തെളിഞ്ഞു നിൽക്കുന്ന സമയം നമ്മൾ ശരീരം കൊണ്ടും ഒന്നായിരിക്കും. അവൻ്റെ നിശ്വാസം ചെവിക്കരികിൽ വന്ന് പതിക്കുന്നത് ശ്രീ അറിഞ്ഞു. നോക്കുമ്പോൾ തന്നിൽ നിന്ന് അകന്നിരുന്നവൻ ഇപ്പോൾ തൻ്റെ തൊട്ടടുത്തെത്തിയിട്ടുണ്ട്. അത്രയും ചേർന്നിരിക്കുന്നു. ശ്രീയുടെ ഇത്രയും നേരം ഉണ്ടായിരുന്ന ധൈര്യമൊക്കെ ചോർന്നു പോകുന്നത് പോലെ തോന്നി അവൾക്ക്. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കാനാവാത്തതുപോലെ അവൾ അവനിൽ നിന്നുള്ള നോട്ടം വെട്ടിച്ചു മാറ്റി. എന്നെ നോക്ക് പാർവതി. അവൻ്റെ നിശ്വാസം കവിളിൽ വന്ന് പതിക്കുന്നു. അവൾ ഒന്നാകെ കുളിർന്നു പോയി. അവൻ്റെ കൈകൾ അവളുടെ കവിളിനെ തേടിയെത്തി. അവനായി തന്നെ അവളുടെ മുഖം തനിക്ക് നേരെ തിരിച്ചു. അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖമാകെ ഒന്നലഞ്ഞു. കണ്ണുകൾ, മൂക്ക്, ചുണ്ട്, അങ്ങനെ ഓരോന്നും നോക്കി. അവളുടെ മുഖം പതിയെ പതിയെ ചുവന്നു വരുന്നത് അവൻ നോക്കിക്കണ്ടു. ഇതെങ്ങനെയാ ഇങ്ങനെ കുങ്കുമം പോലെ ചുവന്നു വരുന്നത്? കണ്ണൻ അവളുടെ മുഖത്താകെ ഒന്ന് വിരലോടിച്ചുകൊണ്ട് ചോദിച്ചു. ശ്രീ മിണ്ടിയില്ല. ലൈക്ക് എ സ്ട്രോബെറി. എനിക്ക് കടിച്ച് തിന്നാൻ തോന്നുന്നു. അവൻ്റെ പതുങ്ങിയ ശബ്ദം. ശ്രീ അവൻ്റെ ഷർട്ടിൽ കൈ ചുരുട്ടി പിടിച്ചു. കണ്ണൻ അവളുടെ ചുവന്നിരിക്കുന്ന കവിളിൽ പതിയെ ഒന്ന് പല്ലമർത്തി. ശ്രീ ഒന്ന് ഉയർന്നു പോയി. വേദനയല്ല, പകരം മറ്റെന്തോ ഒന്ന് തന്നിൽ നിറയുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. അവൻ കടിച്ച അതേ സ്ഥലത്ത് ഒന്ന് ചുണ്ടുരുമി അവിടെ ഒന്ന് ചുംബിച്ചു. അവളുടെ കണ്ണുകൾ ഏതോ നിർവൃതിയിലെന്ന പോലെ അടഞ്ഞുപോയി. കണ്ണൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു പോയി. വല്ലാത്തൊരു വശ്യത തീർത്ത ഭാവമായിരുന്നു അവളിൽ കണ്ണന് തോന്നിയത്.
കണ്ണു തുറക്ക്. കണ്ണൻ അവളുടെ ഇടത്ത് കവിളിൽ ഒന്ന് തലോടിക്കൊണ്ട് വിളിച്ചു. മെല്ലെ അവൾ കണ്ണു തുറന്ന് അവനെ ഒന്ന് നോക്കി. ആ പൂച്ച കണ്ണുകളുടെ ദൃഷ്ടി തൻ്റെ മേലാണെന്ന് അവൾ പിടച്ചിലോടെ മനസ്സിലാക്കി. അവളുടെ കണ്ണുകൾക്ക് ആ നോട്ടം താങ്ങാനായില്ല. എങ്കിലും ഏതോ ഒരു മായാലോകത്ത് എന്ന പോലെ അവൾ ആ കണ്ണുകളിലേക്ക് തന്നെ നോക്കിയിരുന്നു പോയി. അധികം സമയം വേണ്ടി വന്നില്ല. അവൻ്റെ ചുണ്ടുകൾ അവളുടേതിൽ പതിഞ്ഞിരുന്നു. ശാന്തമായി ഒഴുകുന്ന പുഴ പോലെ ഒരു ചുംബനം. ഇങ്ങനെ ഇരുന്നാൽ മതിയോ? കിടക്കണ്ടേ നമുക്ക്? കുറച്ചു സമയം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞതും അവൻ അവളോടായി ചോദിച്ചു. അവളൊന്നും മിണ്ടിയില്ല. അങ്ങനെ തന്നെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നിരുന്നു. അവൻ അവളെ അങ്ങനെ തന്നെ ഉയർത്തിയെടുത്ത് മുറിയിലേക്ക് നടന്നു. ശേഷം അവളെ കട്ടിലിലേക്ക് കിടത്തിക്കൊണ്ട് മുറിയുടെ വാതിലടച്ചു. പാർവതി. അവൻ തൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്ന അവളുടെ തലയിലൂടെ ഒന്ന് തലോടിക്കൊണ്ട് വിളിച്ചു. അവളൊന്ന് മൂളിക്കൊണ്ട് വിളി കേട്ടു. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ട്രിപ്പ്? ഇഷ്ടപ്പെട്ടോ തനിക്ക്? ഒത്തിരി. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ. എനിക്ക് നല്ല ഇഷ്ടമായി, അവൾ ആവേശത്തോടെ പറഞ്ഞു. കണ്ണൻ പുഞ്ചിരിയോടെ തന്നെ അവളെ കേട്ടിരുന്നു. അങ്ങനെയൊക്കെ കാണാൻ സാധിച്ചത് തന്നെ എന്നെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. അത് കണ്ണേട്ടൻ്റെ കൂടെ ആയതിൽ അതിലും കൂടുതൽ സന്തോഷമായി. കണ്ണൻ അവളെ ചേർത്ത് പിടിച്ചു. ഇതൊക്കെ മാത്രമേ താൻ ജീവിതത്തിൽ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഇത്രയും സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ. അവളുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ. അവളെ അങ്ങനെ ചേർത്ത് പിടിച്ച് സന്തോഷത്തോടെ കിടക്കുമ്പോൾ ലോകം കീഴടക്കിയതുപോലെയാണ് കണ്ണന് തോന്നിയത്. രാവിലെ കണ്ണൻ പോകാനൊരുങ്ങുകയാണ്. ഇന്ന് ശനിയാഴ്ചയാണ്, പക്ഷേ മാസത്തിൻ്റെ 1-ാം ദിവസവും. പാർവതി. കണ്ണൻ്റെ ഫയലൊക്കെ അടുക്കിപ്പെറുക്കി വെച്ച് നിന്നിരുന്ന അവളെ അവൻ വിളിച്ചു. തനിക്കരികിലായി വന്ന് നിന്നവളെ അവൻ പിടിച്ച് അവൻ്റെ മുന്നിലേക്ക് നിർത്തി. ഇന്ന് ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് തുടങ്ങുവാണ്. കാര്യം എന്താണെന്ന് പറയുന്നില്ല, എങ്കിലും ഇത് നിന്നോടൊന്ന് പറയണമെന്ന് തോന്നി. കണ്ണൻ പറഞ്ഞതും ഇവനിതെന്ത് തേങ്ങയാണ് ഈ പറയുന്നത് എന്ന എക്സ്പ്രഷൻ ആയിരുന്നു അവളുടെ മുഖത്ത്. ഐ നോ, തനിക്കൊന്നും മനസ്സിലായി കാണില്ല, എങ്കിലും ഇപ്പോൾ ഇത്രയും അറിഞ്ഞിരിക്കെ. അവൻ അവളുടെ തലയിലൊന്ന് കൊട്ടിക്കൊണ്ട് അവളുടെ കയ്യിലിരുന്നിരുന്ന ഫയലുകളെല്ലാം വാങ്ങി പുറത്തേക്ക് നടന്നു. ഓഫീസിലിരിക്കുമ്പോൾ കണ്ണൻ്റെ മുഖത്ത് നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു. ബ്ലാക്ക് കളർ താറിൽ വളരെ ഗ്രാൻഡായിട്ടായിരുന്നു ജിതിൻ അങ്ങോട്ടെത്തിയത്. താറ് പാർക്ക് ചെയ്ത് ഓഫീസിൻ്റെ മെയിൻ എൻട്രൻസ് വഴി അവൻ അകത്തേക്ക് കടന്നു. അവൻ്റെ വെൽ ബിൽറ്റായിട്ടുള്ള ബോഡിയും ഫോർമലായിട്ടുള്ള ഡ്രസ്സിങ്ങും ഒക്കെ കണ്ട് എല്ലാവരും നോക്കുന്നുണ്ടായിരുന്നു. എങ്കിലും അവരെ ആരെയും മൈൻഡ് ചെയ്യാതെ അവൻ നേരെ MDയുടെ ക്യാബിനിലേക്ക് നടന്നു. മേ ഐ കം ഇൻ? അവൻ നേരെ വന്ന് രുദ്രപ്രയാഗ് എന്ന് എഴുതിയിരിക്കുന്ന ബോർഡുള്ള ക്യാബിനിൽ വന്ന് തട്ടി. യെസ് കം ഇൻ. അകത്തേക്ക് കയറി വരുന്നവനെ കണ്ടപ്പോൾ തന്നെ കണ്ണൻ അവനെ നോക്കി ഒന്ന് ചിരിച്ചു. ഇരിക്ക് മിസ്റ്റർ ജിതിൻ സക്കറിയ. കണ്ണൻ ചിരിയോടെ അവനോട് പറഞ്ഞു. അവനും പുഞ്ചിരിയോടെ തന്നെ കസേരയിലേക്കിരുന്നു. ഓക്കെ, ഇനി പറയൂ, ഞാൻ എവിടെ നിന്ന് തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം? അവൻ ചോദിച്ചത് കേട്ടതും കണ്ണന് ചിരി വന്നു. തൽക്കാലം നിനക്ക് ഞാൻ അവിടെ ഒരു ക്യാബിൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ടിരിക്കാം. പിന്നെ നിനക്കുള്ള ആൾ വരാൻ സമയം ആവുന്നതേ ഉള്ളൂ. 10 മണിയാണ് ആളുടെ സമയം. വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. ഓക്കെ മാൻ. കണ്ണൻ ഒരു ഷേക്ക് ഹാൻഡ് കൊടുത്തുകൊണ്ട് അവൻ അവനായി അനുവദിച്ച ക്യാബിനിലേക്ക് നടന്നു. ഏകദേശം 10 മണിയായപ്പോൾ തന്നെ അനഘ അങ്ങോട്ടെത്തി. കണ്ണൻ്റെ ക്യാബിനിലേക്കാണ് അവൾ ആദ്യം വന്നത്. അവൻ്റെ ക്യാബിനോട് ചേർന്നാണ് അവൾക്കുള്ള ക്യാബിൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ അനഘ, ഐ ആം വെയിറ്റിംഗ് ഫോർ യു. അവൾ വന്നപ്പോൾ തന്നെ കണ്ണൻ അങ്ങനെ പറഞ്ഞതും അവളുടെ മുഖം പൂനിലാവ് ഉദിച്ചതുപോലെ വിടർന്നു. എന്താണ് സാർ? അവൾ അത്യധികം ആവേശത്തോടെ ചോദിച്ചു. നമ്മുടെ കമ്പനിയുടെ ചെന്നൈയിലെ ബ്രാഞ്ചിൽ നിന്നും ഒരു സ്റ്റാഫ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഹീസ് ഓവർ ദെയർ. അവൻ ജിതിനായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ക്യാബിനിലേക്ക് ചൂണ്ടിക്കൊണ്ട് അവളോട് പറഞ്ഞു. അവൾ അങ്ങോട്ട് എത്തി നോക്കി. പക്ഷേ നോൺ ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് ആയതുകൊണ്ട് അപ്പുറത്തേക്കുള്ളത് കാണാനാവില്ല. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, തൻ്റെ അസിസ്റ്റ് തൽക്കാലത്തേക്ക് എനിക്കിപ്പോൾ ആവശ്യമില്ല. ഹീ വിൽ ബി ഹിയർ ഫോർ ഫ്യൂ മന്ത്സ്. സോ താൻ ആളെ ഒന്ന് അസിസ്റ്റ് ചെയ്യണം. അത് കേട്ടപ്പോൾ തന്നെ അവൾക്കാകെ മുഷിച്ചിൽ തോന്നി. എന്തൊക്കെയായാലും രുദ്രൻ സാറിൻ്റെ കൂടെയുള്ള ഓരോ നിമിഷവും തനിക്ക് സ്പെഷ്യലാണ്. എങ്ങനെയെങ്കിലും ആളെ ഒന്ന് വലയിലാക്കണം എന്നേ ഇപ്പോൾ ഉള്ളൂ. അതിൻ്റെ ഇടയിലാണ് ഓരോ മാരണങ്ങൾ കയറി വരുന്നത്. അവൾ കരിശം തോന്നി. ഓക്കെ, യു ക്യാൻ ഗോ നൗ. അവളോട് പറഞ്ഞുകൊണ്ട് കണ്ണൻ തിരികെ തൻ്റെ ജോലിയിലേക്ക് തിരിഞ്ഞു. എൻ്റെ പൊന്നേ, അടുത്ത ശനിയാഴ്ച ഞാനവിടെ ഉണ്ടാവും. എൻ്റെ തങ്കക്കൂടാണേ സത്യം. ജിതിൻ ഫോണിൽ കിടന്ന് കൊഞ്ചുന്നതാണ് കേൾക്കുന്നത് സുഹൃത്തുക്കളെ. അപ്പോഴേക്കും അവൻ്റെ ക്യാബിനിലുള്ള ടെലിഫോൺ റിങ് ചെയ്തു. ശരി, ഞാൻ വെക്കുക. ലവ് യു, ബൈ ഉമ്മ. അവൻ വേഗം ഫോൺ കട്ട് ചെയ്ത് ലാൻഡ് ഫോൺ അറ്റൻഡ് ചെയ്തു. എടാ, അനഘ ഈസ് കമ്മിങ്.
കണ്ണനായിരുന്നു. അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ വെച്ചു. അഭിനയിക്കാൻ തയ്യാറായി ജിതിൻ അവളെ കാത്തിരുന്നു. വെറുതെ ഇരിക്കുന്നത് കണ്ട് അവൾക്ക് വെറുതെ സംശയം തോന്നണ്ട എന്ന് കരുതി അവൻ അവിടെ ഉണ്ടായിരുന്നൊരു ഫയൽ എടുത്ത് വെറുതെ മറിച്ചു നോക്കി. മേ ഐ കമിൻ സാർ? യെസ് കമിൻ. ഫയലിലേക്ക് നോക്കിക്കൊണ്ട് തന്നെയായിരുന്നു അവൻ്റെ ഉത്തരം. അവൾ അകത്തേക്ക് കയറി. തുടരും. അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. അടുത്ത ഭാഗമായിട്ട് വരാം. ബൈ ബൈ.